ഹായ് ഓൾ, എല്ലാവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. RRB JEE എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. കാരണം ഒരു വർഷമായി നോട്ടിഫിക്കേഷൻ വരും എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എക്സാം കൂടിയാണിത്. സോ ഈ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം അൺസർട്ടനിറ്റീസ് ഇപ്പോൾ നിലവിലുണ്ട്. അത്തരത്തിലുള്ള ചലഞ്ചസിനെയും ഒരു ആസ്പിറന്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തോന്നിയേക്കാവുന്ന പ്രധാനപ്പെട്ട ഡൗട്ട്സുകളെയും പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ RRB JEE പ്രിപ്പറേഷനിൽ വരുന്ന ചലഞ്ച് നിങ്ങൾക്ക് ഒരു ചോദ്യമായിട്ട് മനസ്സിലുണ്ടാവുന്നത് അൺസർട്ടനിറ്റി റിഗാർഡിംഗ് ദ എക്സാം നോട്ടിഫിക്കേഷൻ ആണ്. കാരണം നമ്മൾ കുറേ നാളുകളായിട്ട് കേൾക്കുന്നു RRBയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ്, പക്ഷേ ഇതുവരെ അത് വന്നിട്ടില്ല. അപ്പോൾ ഇനിയും അത് വരൂ, ഇത്തരത്തിൽ ഇനി നോട്ടിഫിക്കേഷൻ വരും എന്ന് ഒരു ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ആ നോട്ടിഫിക്കേഷൻ തീർച്ചയായിട്ടും വരുമോ എന്നൊരു കാര്യത്തിൽ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. അത്തരത്തിലുള്ള യാതൊരു ഡൗട്ടിൻ്റെയും ആവശ്യമില്ല. കാരണം RRBയുടെ ഭാഗത്തു നിന്ന് തന്നെ ഒഫീഷ്യലായിട്ടുള്ള കൺഫർമേഷൻ വന്നിട്ടുണ്ട്. ഈ ജൂണിൽ തന്നെ വേക്കൻസീസ് അപ്ഡേറ്റ് ചെയ്യാനും ആ ഒരു കൺഫർമേഷനിൽ അവർ പറയുന്നുണ്ട്. അതായത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള ആ ഒരു പീരീഡിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് ജൂലൈയിൽ തന്നെ ഈ ഒരു എക്സാം നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ യാതൊരു ഡൗട്ടിൻ്റെയും ആവശ്യമില്ല. നെക്സ്റ്റ്, കൺഫ്യൂഷൻസ് റിഗാർഡിംഗ് ദ നമ്പർ ഓഫ് വേക്കൻസീസ്. കാരണം RRB എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു എക്സാം നടത്തി കഴിഞ്ഞിട്ട് തുടർന്ന് വരുന്ന 2-3 വർഷങ്ങളിലേക്ക് ആ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെയായിരിക്കും അവർ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ടാവുക. സോ ഇതുവരെയുള്ള വേക്കൻസീസ് എല്ലാം ഓൾറെഡി ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന എക്സാമിന് വേക്കൻസീസ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഉണ്ടായത്ര വേക്കൻസീസ് ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം പലർക്കും ഒരു കൺഫ്യൂഷനായിട്ട് ഉള്ളതാണ്. സോ ആ ഒരു കാര്യത്തിലും ഇനി യാതൊരു കൺഫ്യൂഷൻ്റെയും ആവശ്യമില്ല. കാരണം എങ്ങനെ പോയാലും 10,000-ലധികം വേക്കൻസീസ് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ നമുക്കറിയാവുന്ന പോലെ ഇതൊരു ഓൾ ഇന്ത്യ ലെവൽ എക്സാമാണ്. അപ്പോൾ ഓൾ ഇന്ത്യ ലെവലിലായിരിക്കും ഈ ഒരു വേക്കൻസീസ് അപ്ഡേറ്റ് ആവുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു എക്സാം നടക്കുകയാണെങ്കിലും തുടർന്ന് വരുന്ന ഒരു 2-3 വർഷത്തേക്ക് നമുക്ക് ഈ ഒരു എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെയായിരിക്കും റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുക. അപ്പോൾ റെയിൽവേ എന്ന് പറയുന്നത് ഇത്രയും മാസീവായിട്ട് ജോബ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ വരുന്ന റിട്ടയർമെൻറ്റിൻ്റെ റേറ്റ് അങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും ഫാക്ടേഴ്സും വേക്കൻസീസിൻ്റെ നമ്പർ ഓഫ് വേക്കൻസീസിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു മിനിമം 10,000 വേക്കൻസീസ് എങ്കിലും നമുക്ക് ഈ ഒരു എക്സാമിന് പ്രതീക്ഷിക്കാം. സോ വേക്കൻസിയുടെ എണ്ണത്തിൽ യാതൊരു കുറവും ഉണ്ടാവില്ല. നമ്പർ ഓഫ് വേക്കൻസീസ് മിനിമം ഒരു 10,000 ആയിട്ട് കണക്ക് കൂട്ടി തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ. അതിൽ യാതൊരു സംശയവും വേണ്ട. അടുത്ത ചോദ്യമെന്ന് പറയുന്നത് ഒരു ഓൾ ഇന്ത്യ ലെവൽ കോമ്പറ്റേറ്റീവ് എക്സാമാണ് RRB എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സാധാരണ ആസ്പിറൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ സ്റ്റേറ്റ് ലെവൽ ടെക്നിക്കൽ PSC എക്സാമിന് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു നോർമൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കൺഫ്യൂഷൻ തന്നെയായിരിക്കും. ആ ഒരു കാര്യത്തിലും നമുക്ക് ഒരു സംശയത്തിൻ്റെയും ആവശ്യമില്ല. കാരണം നമ്മൾ ഈ ഒരു RRB എക്സാമിൻ്റെ പ്രീവിയസ് റാങ്ക് ലിസ്റ്റുകൾ പരിശോധിക്കുമ്പോൾ യാതൊരു സ്റ്റേറ്റ് ലെവൽ PSC എക്സാമിനും അതായത് പ്രിപ്പയർ ചെയ്തു അപ്പിയർ ചെയ്തു, പക്ഷേ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ക്വാളിഫൈ ചെയ്യാത്ത ആളുകൾ പോലും RRB എക്സാമിൽ ഉയർന്ന റാങ്കോട് കൂടി അവർ ഈ എക്സാമിൽ ക്വാളിഫൈ ആവുകയും അതോടൊപ്പം സർവീസിൽ ഇത് കയറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനെ അല്ലെങ്കിൽ ഈ ഒരു കൺഫ്യൂഷനെ പ്രധാനമായിട്ടും അതിനുള്ള ഉത്തരവെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്മാർട്ടായിരിക്കണം. സിലബസ് കവറേജ് ആയാലും അതിനുശേഷം ക്വസ്റ്റ്യൻ പ്രാക്ടീസിങ് ആയാലും അത്തരത്തിലുള്ളൊരു സ്മാർട്ട് സ്റ്റഡി പ്ലാൻ നിങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രൂപപ്പെടുത്തിയെടുത്താൽ മാത്രം പോരാ, ഒരു സ്റ്റഡി പ്ലാൻ്റെ ഇംപ്ലിമെൻറ്റേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ സ്മാർട്ടായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരാൾക്കും ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഏതൊരാൾക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് RRB JEE എക്സാം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് സംശയത്തിൻ്റെ ആവശ്യമില്ല. നെക്സ്റ്റ്, നോൺ ടെക്നിക്കൽ ആൻഡ് ടെക്നിക്കൽ പോർഷൻ ഇൻ ടയർ 1 ആൻഡ് ടയർ 2 എക്സാം. CBT ടയർ 1 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നോൺ ടെക്നിക്കൽ പോർഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ടയർ 2ലും നോൺ ടെക്നിക്കൽ പോർഷൻസ് ഒരുപാട് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ടെക്നിക്കലായിട്ട് സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ട് ഒരു 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രമേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. ആ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരിക, റഫായിട്ടുള്ളൊരു സിലബസ് അനാലിസിസ് എല്ലാം ടെക് PSC തന്നെ മുൻപത്തെ വീഡിയോസിൽ ചെയ്തിട്ടുള്ളതാണ്. അത് ടെക് PSCയുടെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അത്തരത്തിൽ നോക്കുമ്പോൾ
ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള നോൺ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ അതെങ്ങനെ ആൻസർ ചെയ്യണം എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്കറിയാം GK, അതുപോലെ കറണ്ട് അഫയേഴ്സ്, ജനറൽ നോളേജ്, ആപ്റ്റിറ്റ്യൂഡ്, അങ്ങനെ ധാരാളം നോൺ ടെക്നിക്കൽ ഭാഗത്ത് നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമാർഗ്ഗമെന്ന് പറയുന്നത് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരും എന്ന കാര്യത്തിൽ നമ്മൾ ഏതാണ്ട് കൺഫേം ആണ്. അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ നോൺ ടെക്നിക്കൽ ഭാഗത്ത് ബേസ് ഇല്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ അത് ആ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ. ഇനി സെൽഫ് സ്റ്റഡി അല്ലെങ്കിൽ സെൽഫ് പ്രിപ്പറേഷന് സാധിക്കില്ല എന്ന് ഉറപ്പുള്ളവർ ഇപ്പോൾ തന്നെ ഒരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു നോൺ ടെക്നിക്കൽ ബേസ് ക്ലിയർ ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതൊരു ടെക്നിക്കൽ എക്സാം ആണെങ്കിൽ കൂടി മാർക്ക് വെയിറ്റേജ് കൂടുതൽ വരുന്നത് നോൺ ടെക്നിക്കൽ പോർഷനിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ക്രാക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ടെക്നിക്കലും അതുപോലെ നോൺ ടെക്നിക്കൽ ഭാഗത്തും നമുക്ക് നല്ലൊരു സ്കില്ലുണ്ടായിരിക്കണം. അപ്പോൾ ഏതിലാണോ നിങ്ങൾ വീക്കായിട്ടുള്ളത്, BTech അല്ലെങ്കിൽ ഡിപ്ലോമ ബേസ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കൽ പോർഷൻ വീക്ക് ആകാനായിട്ടുള്ള സാധ്യത കുറവാണ്. സോ തീർച്ചയായിട്ടും നോൺ ടെക്നിക്കൽ ഭാഗം എന്ത് ചെയ്യണം, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിലുള്ള പ്രശ്നങ്ങൾ എന്താണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനി സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഒരു കോച്ചിങ് എടുക്കാവുന്നതാണ്. അടുത്തൊരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ലെസ് ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ടയർ 1 ആൻഡ് ടയർ 2 എക്സാം. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ RRBയുടെ ഒരു പ്രത്യേകതയാണ്, RRBയുടെ ഒരു ട്രെൻഡ് തന്നെ, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു 1-2 മാസത്തിനകം തന്നെ ടയർ 1 എക്സാം അവർ വിളിക്കും. അതിനുശേഷം ഒരു മാസം മുതൽ 2 മാസം വരെയുള്ള ഗ്യാപ്പേ നിങ്ങൾക്ക് കിട്ടുള്ളൂ ടയർ 2 എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ടയർ 1 എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ക്വാളിഫയിങ് എക്സാം കൂടെയാണ്. സോ നമുക്ക് ആസ്പിറൻസിന് വരുന്ന ഒരു പ്രധാനപ്പെട്ട മിസ്റ്റേക്കാണ് ആദ്യം ടയർ 1 എക്സാമിന് CBT 1 മാത്രം ഫോക്കസ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. CBT 1 ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ CBT 2 പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം അവർക്ക് കിട്ടത്തില്ല. സോ ഇപ്പോൾ നിങ്ങൾ നിലവിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് CBT 1 കൊടുക്കാം. പക്ഷേ CBT 1 മാത്രം നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒതുങ്ങിപ്പോരുത്. CBT 1 നിങ്ങൾക്കൊരു 5 മണിക്കൂറാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു 3 മണിക്കൂർ CBT 1 അതോടൊപ്പം ഒരു 2 മണിക്കൂർ CBT 2 പോർഷൻസ് കവർ ചെയ്യാനും കൂടെ നിങ്ങൾ മാറ്റിവെക്കണം. പാരലായിട്ട് നിങ്ങൾക്ക് CBT 1 and 2 പ്രിപ്പറേഷൻ ഒരുപോലെ കൊണ്ടുപോയാൽ മാത്രമേ ഈ ഒരു ലെസ് ടൈം ഗ്യാപ്പിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എഫക്റ്റീവായിട്ട് 2 എക്സാമും ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ക്വാളിഫയിങ് എക്സാമിന് നല്ല മാർക്കോടുകൂടി പാസ്സായിട്ട് CBT 2 ഒരു പക്ഷേ ക്രാക്ക് ചെയ്യാൻ പറ്റാതെ വന്നേക്കാം. അങ്ങനെ ഒരു അബദ്ധം ആർക്കും പറ്റരുത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ചലഞ്ച് എന്ന് പറയുന്നത് ആങ്സൈറ്റി അബൌട്ട് ടൈം മാനേജ്മെന്റ് ഇൻ എക്സാം ആണ്. ഈ ഒരു എക്സാമിന് ടൈം മാനേജ്മെന്റ് എങ്ങനെയായിരിക്കണം അതിനുള്ള ഒരു ആൻസൈറ്റിയാണ്. അപ്പോൾ നമുക്ക് CBT 1 എടുക്കുകയാണെങ്കിൽ CBT 1 നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുക വെറും 90 മിനിറ്റ് ആണ്. ഈ ഒരു 90 മിനിറ്റിൽ നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യാനായിട്ട് വരുന്നത്. അതോടൊപ്പം CBT 2 എക്സാം നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 150 ക്വസ്റ്റ്യൻസ് ആണ് 120 മിനിറ്റിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതായത് ഓരോ ലെവൽ കഴിയും തോറും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് 1 മിനിറ്റ് പോലും നമുക്ക് ലഭിക്കണമെന്നില്ല. അപ്പം ഈ 1 മിനിറ്റിൽ താഴെയുള്ള സമയത്തിലാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിച്ച് അതിനെ മനസ്സിലാക്കി അതിനെ ആൻസർ ചെയ്യേണ്ടത്. അതിൽ തന്നെ ഈ റീസണിങ്, ആപ്റ്റിറ്റ്യൂഡ് പോലുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ വായിച്ച് തീരാൻ തന്നെ ചിലപ്പോൾ കൂടുതൽ ടൈം എടുത്തേക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എഫക്റ്റീവായിട്ട് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതൽ ടൈം എടുക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതായത് 1 മിനിറ്റിനേക്കാൾ കൂടുതൽ ടൈം എടുക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, അത്രയും ടൈം എടുത്ത് തന്നെ ചെയ്യുക. അത്ര തന്നെ ക്വസ്റ്റ്യൻസ് എന്താവും 1 മിനിറ്റിൽ താഴെ. കാരണം ഒറ്റ ഇതിന് വായിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടി ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അങ്ങനെയും ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ അവിടെ നിങ്ങൾക്ക് 1 മിനിറ്റ് എടുക്കില്ല, ചിലപ്പോൾ ഒരു 20-25 സെക്കൻഡിൽ തന്നെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സേവ് ചെയ്യുന്ന ടൈം നിങ്ങൾക്ക് ഇവിടെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം. ഇത്തരത്തിലുള്ള ടൈം മാനേജിനെ പറ്റി കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക എന്നല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. സോ ടൈം മാനേജ്മെൻറ്റോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അതും റിലയബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിൽ തന്നെ ആ ഒരു മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോക്ക് ടെസ്റ്റുകൾ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. എങ്ങനെയാണ് CBT ലൈക്ക് RRB എക്സാമിന് ചോദിക്കുക അതേ മോഡലിലുള്ള എക്സാം തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. സോ അത്തരത്തിൽ മോക്ക് ടെസ്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല നിങ്ങൾക്ക് ഈ മാത്സ് പോലെയുള്ള സബ്ജക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, നമുക്ക് വളരെ ഡിസ്ക്രിപ്റ്റീവ് എക്സാം എഴുതുന്ന പോലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യാം.
അപ്പോൾ ഇവിടെയാണ് കോച്ചിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് വലിയ ഇക്വേഷൻസ് ഉപയോഗിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം 1-2 സ്റ്റെപ്പുകൾ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ചെയ്യാനുള്ള ധാരാളം ടെക്നിക്സും ട്രിക്സും അവൈലബിൾ ആണ്. സോ ഒരു നോർമൽ പ്രിപ്പറേഷൻ ഇങ്ങനെ നടത്തി വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ട്രിക്സുകൾ അറിയണമെന്നില്ല, എല്ലാം അറിയണമെന്നില്ല, അറിയാമായിരിക്കും പക്ഷേ എല്ലാം അറിയണമെന്നില്ല. സോ അത്തരത്തിൽ ഷോർട്ട് കട്ടുകൾ, ഷോർട്ട് ട്രിക്കുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു കോച്ചിങ് തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. സോ ഇത്തരത്തിൽ ട്രിക്കുകൾ ഉപയോഗിച്ച് ചെയ്താൽ മാത്രമേ നമുക്കറിയാം. ഞാൻ ഒന്നുകൂടെ ടൈം ഓർമ്മിപ്പിക്കട്ടെ. 100 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് 90 മിനിറ്റിൽ CBT 1 എഴുതേണ്ടത്. അതുപോലെ 120 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് 150ഓളം ക്വസ്റ്റ്യൻ CBT 2 അറ്റൻഡ് ചെയ്യാനുണ്ട്. സോ അത്രത്തോളം നമുക്ക് ടൈം കിട്ടില്ല. എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടൈം കിട്ടില്ല ഇത്രയും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട്. സോ വളരെ ആക്യുറേറ്റ് ആയിട്ട് നിങ്ങളുടെ കാൽക്കുലേഷൻസ് എല്ലാം മുന്നോട്ട് പോകണമെങ്കിൽ, നിങ്ങളുടെ കറക്റ്റായിട്ട് ടൈംലി കാൽക്കുലേഷനോടെ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ട്രിക്സ് അറിഞ്ഞിരിക്കുക. അതുപോലെ ടൈം എങ്ങനെ എഫക്റ്റീവായിട്ട് ഇവിടെ കുറയ്ക്കുന്ന ടൈം എവിടെ കൂട്ടണം എന്നെല്ലാം കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാതെ മറ്റൊരു മാർഗ്ഗമില്ല. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ശ്രദ്ധിച്ച് സ്മാർട്ടായിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ പിന്നെ ഈ ഒരു ടൈം മാനേജ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് ആൻസൈറ്റി ഉണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ചലഞ്ചിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, സിമ്പിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അവസാനത്തെ ഒരു ചലഞ്ചാണ് ചേഞ്ചിങ് ദ പാറ്റേൺ ഓഫ് RRB എക്സാം. RRBയുടെ ഒരു പ്രത്യേകതയാണ് ഓരോ സക്സസീവ് എക്സാംസ് കഴിയും തോറും അവരവരുടെ പാറ്റേൺസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു കാര്യത്തിൽ നമുക്ക് വലിയൊരു ടെൻഷൻ വേണ്ട. അപ്പോൾ പാറ്റേൺ ചേഞ്ച് ആയാൽ നമുക്ക് ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരാതെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും, പാറ്റേൺ ചേഞ്ച് ചെയ്താൽ അത് വേസ്റ്റ് ആവില്ല എന്നൊന്നും വിചാരിക്കേണ്ട. വലിയ മാസീവായിട്ടുള്ള ചേഞ്ചസ് ഒന്നും വരില്ല. കാരണം റെയിൽവേ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള റിസർച്ചുകൾ നടക്കുന്ന, കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ നടക്കുന്ന ഒരു ഫീൽഡ് ആയതുകൊണ്ട് ആ അപ്ഡേറ്റുകളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും അത്തരത്തിലുള്ള ചെറിയ ചേഞ്ചസും മാത്രമേ ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ളൂ. പക്ഷേ ബേസിക് ആയിട്ടുള്ള ഒരു എക്സാം സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിൽ വലിയ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതുപോലെ ഇതിൽ നിന്ന് മാസീവായിട്ട് പോർഷൻസ് എടുത്ത് മാറ്റി പോർഷൻസ് ആഡ് ചെയ്യുന്ന അത്തരത്തിലുള്ളൊരു സാധ്യതയും നമുക്ക് തൽക്കാലം നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് ഈ ഒരു സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകട്ടെ. ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ തന്നെ വലിയ ചേഞ്ചസ് ഉണ്ടാവത്തില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു എക്സാം റിലേറ്റ് ചെയ്ത് ഒരു ഉദ്യോഗാർത്ഥിക്ക് ഉണ്ടായേക്കാവുന്ന പ്രധാനപ്പെട്ട ചില സംശയങ്ങളും ചലഞ്ചുകളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ കണ്ട ചലഞ്ചുകൾക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനുമെല്ലാം ഒരു സിംഗിൾ സൊല്യൂഷൻ എന്ന രീതിയിൽ TechPSC RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ തീവ്ര പരിശീലന കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് Tier 1 ആൻഡ് Tier 2 എക്സാമിൻ്റെ ഓൺലൈൻ കോച്ചിങ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാ ബ്രാഞ്ചുകൾക്കും. അതായത് നമ്മൾ ടെക്നിക്കൽ എക്സാമിൽ 4 ബ്രാഞ്ചസ് ആയിട്ടായിരിക്കും എക്സാം നടക്കുക. അതെല്ലാം നമുക്കറിയാം, മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ ബ്രാഞ്ചസിൻ്റെയും Tier 1 ആൻഡ് Tier 2 ഓൺലൈൻ കോച്ചിങ് നിങ്ങൾക്ക് ലഭ്യമാവുന്നതായിരിക്കും. അതുപോലെ മുൻ വർഷങ്ങളിൽ വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള പരിചയസമ്പന്നരായ ഫാക്കൽറ്റീസാണ് ഇത്തവണയും TechPSCയുടെ ക്ലാസ്സുകൾ നയിക്കുന്നത്. ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് എക്സാം തീയതി വരെയും ലഭ്യമാകും. സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സ് PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അതോടൊപ്പം ടോപ്പിക് വൈസ് ടെസ്റ്റുകളും അസസ്മെൻറ്റും ഉണ്ടാവും. 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് PDF ഫോർമാറ്റിൽ ലഭിക്കുന്നതായിരിക്കും. 20ഓളം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക. അതോടൊപ്പം ഡൗട്ട് ക്ലിയറൻസിനും മെൻറ്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. ഈ ഒരു എക്സാമിൻ്റെ ഫീ പാക്കേജ് ആയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിൻ്റെ ഫീ പാക്കേജ് ആയിട്ട് 3 പാക്കേജുകളാണ് പ്രധാനമായിട്ട് വരുന്നത്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പാക്കേജസ് ആണ്. നമുക്കൊന്ന് നോക്കാം. Tier 1 എക്സാമിന് മാത്രം എക്സ്ക്ലൂസീവായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിൽ വെറും 1999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാവുന്നതാണ്. ഇനി Tier 2 എക്സാമിന് മാത്രം Tier 1 ക്വാളിഫൈ ചെയ്തു, ഇനി Tier 2 എക്സാമിലേക്ക്, അല്ലെങ്കിൽ Tier 2 എക്സാമിനാണ് നിങ്ങൾക്ക് വീക്ക്, Tier 2 എക്സാമിനാണ് കോച്ചിങ് വേണ്ടത് എന്നുള്ളവർക്ക് Tier 2 എക്സാമിന് മാത്രമായിട്ട് കോച്ചിങ് ലഭിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് 3999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം. അപ്പോൾ Tier 1, Tier 2 എക്സാമുകൾ ക്ലബ് ചെയ്യിപ്പിച്ച് ഒരു കോഴ്സാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് വെറും 4999 രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. സോ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും TechPSCയുടെ വിജയാശംസകൾ. താങ്ക് യു.